അമിതമായ എസിയുടെ കടന്നുവരവ് രക്തദാനത്തിന് പോലും തടസ്സമായി മാറുന്നുവെന്ന് റിപ്പോർട്ട്. നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ നിബന്ധന പ്രകാരം രക്തം ദാനം ചെയ്യാൻ കുറഞ്ഞത് 12.5 ഗ്രാം ഡെസിലിറ്റർ HB മതി. 16 ഗ്രാം DL വരെയുള്ളവരുടെ രക്തം സ്വീകരിക്കാറുണ്ടെന്ന് ഈ മേഖലയിലെ വിദഗ്ധനായ ഡോക്ടർ N. വിജയകുമാർ പറയുന്നു. എന്നാൽ HBയുടെ അളവ് 17-ൽ കൂടുതലായതിനാലാണ് രക്തദാനത്തിന് വരുന്നവരെ മടക്കി അയക്കേണ്ടി വരുന്നത്. ഉയർന്ന ഹീമോഗ്ലോബിൻ അവസ്ഥയെ പോളിസൈത്തീമിയ എന്നാണ് പറയുന്നത്. പാരമ്പര്യത്തിനു പുറമെ തൊഴിൽ, പാരിസ്ഥിതിക ഘടകങ്ങളും ഇതിന് കാരണമാണ്. ശുദ്ധവായു കുറയുന്നത് HB അളവ് കൂട്ടും. ദീർഘനേരം AC-യിലിരുന്ന് ജോലി ചെയ്യുന്നത് ശ്വസന പ്രക്രിയയെ ബാധിക്കും. പുകവലി വഴി ശരീരത്തിൽ നിക്കോട്ടിൻ അടിയുന്നതും ഹാനികരം. ഇരുമ്പ് സമ്പുഷ്ടമായ റെഡ് മീറ്റ് നിരന്തരം കഴിക്കുന്നതും ചുവന്ന രക്താണുക്കളുടെയും HBയുടെയും അളവ് കൂട്ടും. തണുപ്പ് കൂടിയതും സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്നതുമായ പ്രദേശങ്ങളിൽ 18 ഗ്രാം DL വരെ അനുവദനീയമാണ്. ഈ പ്രദേശങ്ങളിൽ ഓക്സിജൻ സാന്ദ്രത കുറവാണെന്നത് കണക്കിലെടുത്താണിത്. അരുണ രക്താണുക്കളിലെ ഇരുമ്പ് സമ്പുഷ്ടമായ പ്രോട്ടീനാണ് HB. ശ്വാസകോശത്തിൽ നിന്ന് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്നത് ഈ പ്രോട്ടീനാണ്. ശരീരത്തിൽ ഓക്സിജൻ കുറയുമ്പോൾ HB കൂടും.